വീട് പണിയുമ്പോൾ ചെങ്കല്ല് ക്ലാഡിംഗ് ടൈൽസ് ഏത് സമയത്ത് ഒട്ടിക്കണം എന്നുള്ളത് ഒരു കൂടുതൽ ആളുകൾക്ക് വരുന്നൊരു ചോദ്യമാണ്. നമസ്കാരം, ഞാൻ വിജീഷ് ശശിധരൻ പ്രൈം സ്റ്റോണിൽ നിന്നാണ്. പ്രൈം സ്റ്റോണിലേക്ക് ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ്, വീട് പണിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഏത് സ്റ്റേജിലാണ് നമ്മൾ ചെങ്കല്ല് ടൈൽസ് ഒട്ടിക്കേണ്ടത്, പ്ലാസ്റ്ററിങ് ചെയ്തിട്ടാണോ, പ്ലാസ്റ്ററിങ്ങിൻ്റെ മുന്നേ റഫ് സർഫേസിൽ ഒട്ടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരുപാട് ആൻസറുകൾ കൊടുക്കാറുണ്ട്. പല രീതിയിൽ നമുക്ക് ഈ ചെങ്കൽ ടൈൽസ് ഒട്ടിക്കാൻ പറ്റും. നമുക്കിപ്പം ഒരു വീട് പണിയുന്ന സ്റ്റേജിൽ നമുക്ക് ഇപ്പം നമ്മളെ സിമൻറ്റ് ബ്ലോക്കുകൾക്ക് ഉപയോഗിച്ചിട്ട് വീട് പണിയുമ്പം ആ സർഫേസ് ആ ഒട്ടിക്കേണ്ട ലെവൽ കറക്റ്റ് ലെവലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെങ്കൽ ടൈൽസ് അങ്ങനെ തന്നെ ഗം ഉപയോഗിച്ച് ഒട്ടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് ഒട്ടിക്കുന്ന സമയത്ത് നമുക്ക് ഈ പ്ലാസ്റ്ററിങ്ങിൻ്റെ ഒരു ചിലവ് കുറയ്ക്കാൻ പറ്റും. പിന്നെ ചില ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ഇപ്പോൾ വെട്ടുകല്ല് ഉപയോഗിച്ചിട്ട് കെട്ടിയ ഇത് ചുമരിൻ്റെ മുകളിലാണ് ചെങ്കൽ ടൈൽസ് ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു റഫ് പ്ലാസ്റ്ററിങ് കൊടുത്തിട്ട് അതിൻ്റെ മേലോട്ട് നമുക്ക് ചെങ്കലിൻ്റെ ടൈൽസ് ഒട്ടിച്ച് കൊടുക്കുകയാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് സംശയം വരുന്നൊരു കാര്യമാണ് നമുക്ക് ഈ കിണർ പോലുള്ള വളഞ്ഞ പ്രതലങ്ങളിൽ ചെങ്കല് ടൈൽസ് എങ്ങനെ ഒട്ടിക്കാം. കാരണം വലിയ ടൈൽസ് ഒട്ടിക്കുമ്പം ആ ഒരു ഭയങ്കര പ്രശ്നം വരുന്നുണ്ട്. അദസീവിൻ്റെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി, അതേപോലെ തന്നെ ആ കർവിങ് പൂർണ്ണമായിട്ട് കിട്ടില്ല എന്നുള്ളൊരു ഒരു അസൗകര്യം വരുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലേക്ക് നമുക്ക് ഈ ഒരു വലുപ്പമുള്ള 6x6 അതേപോലെ തന്നെ 7x7 എന്ന് പറഞ്ഞ സൈസ്, ഈ രണ്ട് സൈസിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വളഞ്ഞ പ്രതലങ്ങളിലേക്ക് നമുക്ക് ഈ ചെങ്കൽ ടൈൽസ് ഒട്ടിച്ച് കഴിയുമ്പം ആ കർവിങ് പൂർണ്ണമായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത്രയും വലിയ കല്ല് ക്ലാഡിംഗ് ടൈൽസ് നടുവ് മുറിച്ചിട്ട് ആ ഒട്ടിക്കുന്ന സമയത്തെ കർവിങ് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ. വളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന് ഈ ചെറിയ ചെങ്കൽ ടൈൽസ് ആകുമ്പം നമുക്ക് ആ പൂർണ്ണത കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെങ്കൽ ടൈൽസ് ഒട്ടിച്ചിട്ട് നമുക്ക് ഈ വളഞ്ഞിട്ടുള്ള ചുമരുകളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കിണറുകളോ ഒട്ടിച്ച് ഭംഗിയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും കഴിയില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള ചെറിയ ക്ലാഡിംഗ് ടൈൽസ് വരുന്നുണ്ട്. പിന്നെ തന്നെ ചെങ്കൽ ടൈൽസിൽ നമുക്കിപ്പം വരുന്ന ഈ 12x6 എന്ന് പറഞ്ഞ സൈസിൻ്റെ ചെറുതായിട്ട് 12x4 വരുന്നുണ്ട്. അപ്പോൾ ഇഷ്ടിക ക്ലാഡിങ് ഒട്ടിച്ച് അതേപോലെ തന്നെ ഒരു ഭംഗി നമുക്ക് ഈ ഒരു 12x4 ഉപയോഗിക്കുമ്പം കിട്ടുന്നതാണ്. തിക്നെസ് എല്ലാം 20 mm തന്നെയാണ് വരുന്നത്.